ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ അങ്ങനെ നീണ്ട 3 മാസത്തിന് ശേഷം ഞാൻ കുഞ്ഞാപ്പിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേ ആയിട്ട് വീടൊക്കെ ഒന്ന് ഒതുക്കണം, പിന്നെ എൻ്റെ വണ്ടി ഒന്നൊരു ഷോറൂമിൽ കൊണ്ട് കാണിക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി 10 മണിക്ക് ഇവിടെ നിന്ന് ഞാൻ അഹമ്മദാബാദിലേക്ക് പോകും കുഞ്ഞാപ്പിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. രാത്രി 10 മണിക്കാണ് എൻ്റെ ബസ്. ഇവിടെ നിന്ന് ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് രാവിലെ ഒരു 7 മണിയൊക്കെ എന്തായാലും ആവും. കുഞ്ഞാപ്പിൻ്റെ ഫ്ലൈറ്റ് 12 മണിക്കാണ്, 12:55 നാട്ടിൽ നിന്ന്. ഇവിടെ ഒരു 3:30-3:45 അഹമ്മദാബാദ് ലാൻഡ് ചെയ്യും. അങ്ങനെ ആ ദിവസം വന്നെത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നീണ്ട 3-3.5 മാസത്തിന് ശേഷം ഞാൻ കുഞ്ഞാപ്പിയെ കാണാൻ വേണ്ടി പോവുകയാണ്. സോ എക്സൈറ്റഡ് അപ്പോൾ ശേഷം കാണാം. അപ്പോൾ ഗായ്സ് അങ്ങനെ അവസാനം ഇറങ്ങാൻ പോവുക, പണിയെല്ലാം ഒതുക്കിയിട്ട്. ഇപ്പോൾ 10 മണിക്കാണ് ബസ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് സാറിൻ്റെ കൂടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി ബസ്സിൽ വെച്ച് കാണാം. അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനി രാവിലെ 5 വരെ ബസ്സിലാണ് യാത്ര. നമ്മളങ്ങനെ അഹമ്മദാബാദിലെത്തി റൂമൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നതാണ്. ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടൊന്ന് കുറച്ച് നേരം കിടന്നുറങ്ങാം. ബസ്സിലൊക്കെ അത്ര സുഖമായിരുന്നില്ല, അപ്പോൾ ഒന്ന് ഉറങ്ങി ആ ക്ഷീണമെല്ലാം മാറ്റണം. ഒരു 3:55 അവരുടെ ലാൻഡിങ് ടൈം. അപ്പോൾ ഒരു 3:30 കൂടെ ഇറങ്ങിയാൽ മതി. 10 മിനിറ്റ് പോലും ഇല്ല എയർപോർട്ടിലേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് കുഞ്ഞാപ്പിനെ കാണുന്നു, അവരെ പിക്ക് ചെയ്യുന്നു, വീണ്ടും തിരിച്ച് ഹോട്ടലിലേക്ക് വരുന്നു. രാത്രി 10 മണിക്ക് ഇവിടെ സബർമതിയിൽ നിന്നാണ് നമ്മളുടെ ട്രെയിനുള്ളത്. അപ്പോൾ ഒരു 9 മണിക്ക് ഇവിടെ നിന്ന് സബർമതിയിലേക്കും പോകും. എന്നിട്ട് നേരെ ജയ്സൽമറിലേക്ക്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്നതാണ്. ഞാൻ എയർപോർട്ടിലേക്കുള്ള വഴിയിലേക്കാണ്. അപ്പോൾ ചുറ്റും നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നീറ്റും ക്ലീനുമായിട്ടുള്ള വഴിയാണ് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഗവൺമെൻറ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എയർപോർട്ടിൽ കുഞ്ഞാപ്പിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പോസ്റ്റാണ് കുറച്ച്. അങ്ങനെ നീണ്ട 1.5 മണിക്കൂറത്തെ പോസ്റ്റ് തന്നതിന് ശേഷം കുഞ്ഞാപ്പിയും ഇവിടെ വരുന്നുണ്ട്. അകത്ത് ഗാലറിയിലൊക്കെ ആൾ വരുന്നത്. വരുന്ന നമ്മുടെ കുഞ്ഞാപ്പിൻ്റെ വരുന്നു. ഇതിപ്പോൾ അങ്ങനെ ഞാനും കുഞ്ഞാപ്പിയും കൂടാതെ ജയ്സൽമറിലേക്കുള്ള യാത്ര അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വയ്യാണ്ടായി കുഞ്ഞാപ്പി ആണെന്നുണ്ടെങ്കിൽ ഇത് കാഴ്ചകൾ കണ്ട് നല്ല ഹാപ്പി ആയിട്ട് കിടപ്പുണ്ട്. ഇനി ട്രെയിനിൽ വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ നോക്കട്ടെ. കുറുക്കൊക്കെ കൊടുത്ത് ആളെ സെറ്റാക്കി ഇരിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ട്രെയിനിൻ്റെ അവസ്ഥ എന്താണെന്ന് ട്രെയിനിൽ കയറും പറയും. അപ്പം ശരി. കുഞ്ഞാപ്പി ട്രെയിനിലൊന്നും അത്ര പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. അയാൾ അത്യാവശ്യം നല്ല ജോലി മോഡ് തന്നെ ആയിരുന്നു. ഉറക്കം വരുമ്പോൾ ഒറ്റ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. രാത്രി മൊത്തം എണീച്ചിട്ട് പകലായിട്ട് നല്ല ഉറക്കമാണ്. എന്ത് ചെയ്യാനാ. കഴിഞ്ഞ് പൊളിച്ചെടുക്കോ. ലൈറ്റിന്റെ സ്വിച്ച് അവിടെ ഏട്ടാ, ഇവിടെ അല്ല. ഞാൻ മനസ്സിലാവാം. അതാണ് നമ്മുടെ ഏരിയ. അത് കിച്ചണാണ്. അതാണ് മുറി. ആരുടെ ലെഫ്റ്റില് സ്വിച്ച് ഉണ്ട്, റൈറ്റില് സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഗായ്സ് ഞങ്ങളപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ജയ്സൽമീർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഞാനും കുഞ്ഞാപ്പിയും കൂടെ ഒരു ഔട്ടിങ് പോകാമെന്ന് വിചാരിച്ചു. വൈകിട്ട് ഇപ്പോൾ ഒരു 6 മണിയായി കാണും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാം. ഇവിടെ പുറത്തൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കാണുക, ഓരോ ചായയും കുടിക്കുക, പോരാ. അത്രേ ഉള്ളൂ പരിപാടി. പുതിയ സ്ഥലമല്ലേ, 2 ദിവസം സെറ്റ് ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പം ചുമ്മാ ഒന്ന് കറക്കി കാണിച്ചിട്ട് നടന്നാ പോകുന്നു എല്ലായിടത്തും.
അപ്പോൾ ഗായ്സ് ഞങ്ങളിങ്ങനെ നടക്കാൻ ഇറങ്ങിയാണ്. കുഞ്ഞാപ്പി ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നുണ്ട്. കാലൊക്കെ അടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. കുഞ്ഞാപ്പിയേ അങ്ങനെ ഞങ്ങളിങ്ങനെ ഇവിടുത്തെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മളിപ്പോൾ ഫലൂഡ കഴിക്കുകയാണ് ഗായ്സ്. ഫലൂഡ കഴിക്കാം. ഇവിടെ ഒരാൾ കൊതി വന്നിട്ട് നോട്ടം കണ്ട അത് കുഞ്ഞാപ്പിക്ക് തരാറായിട്ടില്ല. കുഞ്ഞാപ്പിക്ക് തരാനാമ ഞങ്ങൾ കുഞ്ഞാപ്പിക്ക് ഫലൂഡ വാങ്ങിച്ചു. ഇത് കൈയൊക്കെ കൊണ്ട് വരുന്നുണ്ട് കണ്ട. ഇപ്പൊ രാത്രി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി ഞങ്ങളങ്ങ് തീർക്കാണ്. കുഞ്ഞാപ്പി കുറച്ച് അലമ്പാണ് ഇപ്പോ, എന്നാലും ഓക്കെ ആണ്. പിന്നെ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ എപ്പോഴെങ്കിലും കാണാം.